മഹാഗുരുശരണം പൊങ്കാലക്കലത്തിൽ തീ പകരാൻ പോവുകയാണ്. പൊങ്കാല അടുപ്പിൽ തീ പകരാൻ പോവുകയാണ്. ഇവിടെ നിന്ന് ജയലക്ഷ്മിയുടെ അതിൻ്റെതായി ചുമതലപ്പെടുത്തിയ ആൾ ആദ്യം ഇവിടുത്തെ കലങ്ങളിൽ തീ പകരുന്നു. അമ്മേ നാരായണ, ദേവി നാരായണ, പദ്മേ നാരായണ, ഓം ഗംഗണപതേ നമോ, ഓം ഗംഗണപതേ നമോ, ഓം ഗംഗണപതേ നമോ, ഓം ഹിന്ദം ദുർഗായ 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 നമോ, ഓം ഗംഗണപതേ നമോ, ഓം ഗംഗണപതേ നമോ, ഓം ഹിന്ദം ദുർഗായ നമോ, ഓം ഹിന്ദം ദുർഗായ നമോ, ഓം ഹിന്ദം ദുർഗായ നമോ, ഓം ഗംഗണപതേ നമോ, ഓം ഗംഗണപതേ നമോ, ഓം ഗംഗണപതേ നമോ, ഓം ഹിന്ദം ദുർഗായ നമോ, ഓം ഹിന്ദം ദുർഗായ നമോ, ഓം ഹിന്ദം ദുർഗായ നമോ, ഓം ഹിന്ദം ദുർഗായ നമോ, നിവാസേവായ ജഗതന്നെ വിഷ്ണുപ്രജായ മഹാലക്ഷ്മി ജയ മഹേശ്വരപരാജായ നാരങ്ങ വെള്ളം വിതരണം ചെയ്യുന്നു. പൊങ്കാല ഓരോ അടുപ്പിലും മുമ്പിൽ വെച്ചിരിക്കുന്ന ഇതിൽ കർപ്പൂരത്തിൽ തീ പകരുകയാണ്. വിളക്കിൽ നിന്നെടുത്ത തീ പകരുകയാണ്. തീ പകർന്നിട്ട് അവർ അതിൽ നിന്ന് അതാത് വീട്ടമ്മമാർ അവിടെ അതിൽ നിന്ന് അടുപ്പിലേക്ക് പകരും. അതാണ് നടക്കുന്നത്. ആറ്റുകാലമ്മയുടെ പൊങ്കാല മഹോത്സവത്തിൻ്റെ യാഗ ഭൂമി അഗ്നി പടർത്തി കഴിഞ്ഞു. അത് അഗ്നി പകർന്നു കഴിഞ്ഞു. ഇപ്പോൾ സമയം 9:45 കഴിഞ്ഞു. 9:45 ആയിനാണ് അഗ്നി പകർന്നത് കേട്ടോ. തന്നെ അടുത്തേന് അവര് തീ കൊണ്ടുവരും അടുപ്പിൽ നിന്നുള്ളത്. അവര് അവിടെ നിന്ന് അമ്മയുടെ ഇത് വെച്ച ഫോട്ടോ വെച്ച അവിടെ തെളിയിച്ച ദീപത്തിൽ നിന്നാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ അടുപ്പിൽ തീ കൂട്ടി. ഇനി അതിൻ്റെ അമ്മയുടെ സാന്നിധ്യം എനർജി നമുക്ക് മനസ്സിലാക്കാം. അയ്യോ വിഷ്ണുപ്രിയ, ഇതാണ് ഇന്നത്തെ എൻ്റെ ക്യാമറാമാൻ കുമാരി വിഷ്ണുപ്രിയ, 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്നു. ഹായ് കുമാരി വിഷ്ണുപ്രിയ. എല്ലാവരും വൈഷ്ണവിനെ ചോദിച്ചു. വൈഷ്ണവി പൊങ്കാല ഇടുന്ന തിരക്കിലാണ്. ഇവിടെയുണ്ട്. വിഷ്ണുപ്രിയയാണ് ഇന്നത്തെ ചീഫ് ക്യാമറാമാൻ. പിടിക്കും. യോ അപ്പം ഞങ്ങളിനി എനർജി നോക്കാം. വാ. അപ്പോൾ അമ്മയുടെ നേരത്തെ 1 മണിക്കൂർ മുമ്പ് 8:30 ഞാൻ നോക്കിയിരുന്നു എനർജി ഉണ്ടോയെന്ന്. അപ്പോൾ സാന്നിധ്യം ഇല്ല. ഇപ്പോൾ പൊങ്കാല ഇതിന് തീ കൊളുത്തി ചെറുതായിട്ട് സാന്നിധ്യം വന്നേക്കും. നോക്കാം. ആറ്റുകാലമ്മയുടെ സാന്നിധ്യം തേങ്ങയിൽ കേട്ടോ. പൊങ്കാല അടുപ്പിന് തീ കൊളുത്തി കഴിഞ്ഞിട്ട് ആ തേങ്ങയുടെ വൈബ്രേഷൻ മനസ്സിലാക്കുക. ഇനി ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. 2 കയ്യിലും തേങ്ങ വെച്ചെടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വെച്ചിട്ട് എടുത്തിട്ട് തേങ്ങ തുള്ളുകയായിരുന്നു 2 കയ്യിൽ വരുന്നു. പക്ഷെ അന്ന് ക്യാമറ ഇല്ലായിരുന്നു, എടുത്തില്ല. അപ്പോൾ ഈശ്വരീയൻ ചാനലിന് വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ആൾ. ആറ്റുകാലമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ. സൽസന്താനങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ, സാമ്പത്തികവും ശാരീരികവും മാനസികവും ആരോഗ്യപരമായിട്ടുള്ള ആഗ്രഹങ്ങളും നടക്കട്ടെ എന്ന് സങ്കല്പം ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ, വൈഷ്ണവിയുടെ അനിയത്തി വിഷ്ണുപ്രിയയോടൊപ്പം. താങ്ക് യു. അറമില് മഹാഗുരു ശരണം, ആറ്റുകാലമ്മയെ ശരണം. ഈ ആറ്റുകാലമ്മയുടെ പൊങ്കാല മഹോത്സവത്തിന് പൊങ്കാല ഇടുന്ന ജനങ്ങൾക്ക്, അമ്മയുടെ ഭക്തർക്ക് വേണ്ടിയിട്ട് അശ്രാന്ത പരിശ്രമം ചെയ്യുന്ന മഹിളാരത്നങ്ങളുണ്ട്, ആണുങ്ങളുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇവിടെ കുറേയധികം കുട്ടികൾ നിന്ന് നാരങ്ങ പിഴിയാണ്. നോക്കുക, അവർ രാവിലെ 7 മണിക്ക് തുടങ്ങിയതാണ് നാരങ്ങ പിഴിയൽ. നോക്കിയാൽ എത്ര പേരുണ്ട് കേട്ടോ സാർ. നമ്മൾ വരുന്നവർക്ക് നാരങ്ങ പിഴിഞ്ഞ് തീർക്കുകയാണ്. ഇവിടെ വരുന്നവർക്ക് ഇങ്ങനെ കൊടുക്കുന്ന, അവിടെ റോഡ് സൈഡിൽ വന്ന് ചോദിക്കുന്നവർക്ക് ജയലക്ഷ്മിയുടെ വകയായിട്ട് നല്ല നാരങ്ങ വെള്ളം. അത് ഇത് RO വാട്ടർ, പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ ചെയ്തിട്ടുള്ള, അതിൽ നിന്നുള്ള വെള്ളം എടുത്തിട്ടുള്ള നാരങ്ങ വെള്ളമാണ് തയ്യാറാക്കിയിരിക്കുന്നത്, നൽകുന്നത് കേട്ടോ.
അതോടൊപ്പം തന്നെ നമുക്ക് റോട്ടിൽ ഇറങ്ങിയിട്ടുള്ള എനർജി നോക്കാം തേങ്ങയുടെ. അപ്പം ഇങ്ങനെ വെക്കുമ്പോൾ എനർജി കാണുന്നില്ല, ഇങ്ങോട്ട് വെച്ചാൽ എനർജി കാണും. കാര്യം ഇവിടെ പൊങ്കാല അടുപ്പുണ്ട്. ഓക്കെ, ഇവിടെ പൊങ്കാല അടുപ്പുണ്ട്, എനർജി കാണുന്നു. ഇങ്ങോട്ട് വെച്ചാൽ എനർജി കാണുന്നില്ല. ഇനി റോട്ടിൽ ഇറങ്ങിയിട്ട് ഈശ്വരീയൻ ചാനലിന് വേണ്ടിയിട്ട് ആറ്റുകാലമ്മയുടെ പ്രസൻസ് തേങ്ങയിൽ കാണിക്കുമോ, നമുക്കതിന് ഭാഗ്യമുണ്ടോ എന്ന് നോക്കാം. അയ്യോ ചേട്ടാ, ഒരു മിനിറ്റ്, ഇപ്പോൾ വരാവേ ചേട്ടാ, ഇപ്പോൾ വരാം. ഒരു വീഡിയോ എടുത്ത് ഇപ്പോൾ വരാം. അപ്പോൾ ഇവിടെ പാളയം ഇതാണ്, കിഴക്കോട്ട് നോക്കിയാണ് എല്ലാവരും തൊഴുകയാണ്. എല്ലാവരും കാണിക്കും, 360 ഡിഗ്രി കാണിക്കും. കണ്ടാ, ഹോമകുണ്ടമായി തിരുവനന്തപുരം നഗരം. ഇതെടുത്ത് 360 ഡിഗ്രിയിൽ ആംഗിൾ നോക്കുക. എല്ലാവരും തൊഴുതു നിൽക്കുകയാണ്. നമുക്കിവിടെ ഈ പാളയം ഈ റോഡിൽ എന്താണ് മഹാത്മാഗാന്ധി റോഡിൽ എനർജി നോക്കാം, ആറ്റുകാലമ്മയുടെ എനർജി. അപ്പോൾ ഇതൊരു ഓപ്പൺ ഇതായതുകൊണ്ട് അത്രയും ഇതായിട്ട് കിട്ടുന്നില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് കിട്ടും. ഇപ്പോൾ ചെറുതായിട്ടേ കിട്ടുന്നുള്ളൂ. അപ്പോൾ തീ കൂട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ ആൾക്കാർ. എങ്കിലും നോക്കാം, ചെറുതായിട്ട് പ്രസൻസ് കിട്ടുന്നുണ്ട്. അതേസമയം അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ആറ്റുകാലമ്മയുടെ ഒരു ചിത്രം വെച്ചിട്ടുണ്ട്, വിളക്ക് കൊളുത്തിയിട്ടുണ്ട്. അവിടെ എന്താണ് പൂജാരി വന്നിട്ടുള്ള പൂജകൾ ചെയ്ത് സങ്കല്പ പൂജ ചെയ്തിട്ടാണ് അവിടെ പൊങ്കാലയുടെ ഇത് തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ തേങ്ങ പിഴിച്ച് എനർജി നോക്കുമ്പോഴുള്ള വ്യത്യാസം കാണിക്കും. താങ്ക് യു. നമ്മൾ റോട്ടിൽ നിന്ന് കാണിച്ചു, ഇനി ഇവിടെ നിന്ന് കാണിക്കാം. ഇവിടെ നിന്നുള്ള എനർജിയുടെ വ്യത്യാസം കാണിക്കാം. ഇവിടെ കുറച്ചധികം പേര് ഇറങ്ങി ഒരേ മനസ്സോടുകൂടി ഇത് കാണിക്കുമ്പോൾ അമ്മയുടെ പ്രസൻസ് തേങ്ങയിൽ നല്ല രീതിയിൽ കാണിക്കും. ഇനി ഇവിടെ നിന്നിട്ട് അമ്മയുടെ ഫോട്ടോ വെച്ചിരിക്കുന്നിടത്തുള്ള ഇതിലെ എനർജി ഉണ്ട്, വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നിനക്ക് മനസ്സിലാവുന്നില്ലേ ശരീരത്ത്? വിഷ്ണുക്കുട്ടി പ്രിയയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അവൾ 10ാം ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാം. ശരിക്കും നമ്മളിങ്ങനത്തെ സാന്നിധ്യങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ ശരീരം ഓറ വൈബ്രേറ്റ് ചെയ്യും. കൈപ്പത്തിയിലൊക്കെ അതിൻ്റെ ഇതറിയാൻ പറ്റും. ചിലരതിനെ ഹാലൂസിനേഷൻ എന്ന് പറയും. കുഴപ്പമില്ല, അവർക്കത് ഹാലൂസിനേഷൻ, നമുക്കത് സാന്നിധ്യം. ഇവിടെ ആറ്റുകാലമ്മയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ എനർജി നോക്കാം. ഇത് എടുക്കും. ഇവിടുത്തെ എനർജി കാണിച്ചു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ആൾ. ഈശ്വരീയൻ ചാനലിൽ കാണുക. നന്ദി, നമസ്കാരം.